ഹലോ, അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ ഒരു ആമ്പലിൻ്റെ ചട്ടിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഫ്രണ്ടിലോട്ട് 2 ചട്ടി വെച്ചിട്ടുണ്ട്. ഒന്നിൽ ആമ്പലും രണ്ടിലും ഗപ്പി ഫിഷൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നും ഇവിടെ കുറേ അതിഥികൾ വരുന്നുണ്ട്. കുറേ പ്രാവുകളും അത് കൂട്ടത്തിൽ 1, 2 കാക്കയും ഉണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ ഇവിടെ മൊബൈലും പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അവരെല്ലാവരും പറന്നു പോയി കേട്ടോ. ഇവർ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നതാണെന്ന് കുറേ ദിവസം വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇതിൽ കിടക്കുന്ന ആ മീനുകൾ പറക്കി തിന്നാൻ വരുന്നതാണോ എന്ന് വിചാരിച്ചു. പക്ഷെ അതായിരുന്നില്ല. അവർ വെള്ളം കുടിക്കാൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ 1 തൊട്ടുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഇതിൽ വെള്ളം നിറച്ചു കൊടുക്കും. പക്ഷേ പിറ്റേ 2 ദിവസം കഴിയുമ്പോൾ തന്നെ വെള്ളം ഏകദേശം ഹാഫിൽ അങ്ങ് താഴെ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവർ കുടിക്കുന്നതും പിന്നെ കുറേ വെള്ളം എവാപറേറ്റ് ആയി പോകുന്നുണ്ട്. പക്ഷേ അവർ വന്ന് എന്നും ഒരു പ്രാവശ്യമൊന്നുമല്ല കേട്ടോ, 2, 3 പ്രാവശ്യം ഇവർ 5, 6 പേര് ഒരുമിച്ച് വരുന്നുണ്ട്, ഒറ്റയ്ക്ക് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ 2 ചട്ടിയിലും ഒന്ന് വെള്ളം നിറച്ച് വെച്ച ശേഷം ചെടിയിലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച്, അതുപോലെ ഞങ്ങൾ നട്ടിട്ടുണ്ടായിരുന്ന മാവുകളൊക്കെ ഏകദേശം പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വർഷവും പൂത്ത് കായ്ച്ചതൊക്കെയാണ്, ഇപ്രാവശ്യവും പൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുത്തു. പിന്നെ ഇവിടെ കുറച്ച് വെജിറ്റബിൾസിൻ്റെ തൈകളൊക്കെ നട്ടിട്ടുണ്ട്. അതിലും ഇന്നലെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിലും ഒഴിച്ചു. പിന്നെ ഞങ്ങളുടെ ചെടിയിലൊക്കെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ്. പിന്നെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ ആ ഒരു മെയിൻ കിച്ചണിൽ ഞാൻ കുറേ മാത്രം തുണികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല തുണികളാണ്, ഒരുപാട് അങ്ങ് വേസ്റ്റായ തുണികളൊന്നും അല്ല കേട്ടോ. നമ്മളെ മക്കളൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് ചെറുതായതും, അതുപോലെ ഞാനൊക്കെ ഉപയോഗിച്ചിട്ട് ഞാനും എൻ്റെ അനിയത്തിമാരും ഒക്കെ ഉപയോഗിച്ച ചുരിദാറൊക്കെ നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പൊക്കെ പെട്ടെന്ന് ട്രെൻഡ് മാറുമ്പോൾ നമ്മൾ എടുത്ത് അങ്ങ് മാറ്റി വയ്ക്കും, നമ്മൾ പുതിയത് വാങ്ങും. അങ്ങനെയൊക്കെ മാറ്റി വെച്ചതാണ്, അല്ലാതെ ഒരുപാട് മുഷിഞ്ഞതോ കീറിയതോ ഒന്നുമല്ല. അതുമല്ല, എല്ലാം പെയറായിട്ട് അതുപോലെ ബോട്ടവും ടോപ്പും ഒക്കെ ഉള്ളതാണ്. പിന്നെ മക്കളുടെ ഈ ഒരു കല്യാണത്തിനും മറ്റുമൊക്കെ എടുക്കുന്ന നല്ല നല്ല ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ 10ാം ക്ലാസ്സിലെ ഫ്രണ്ടാണ് ഷിബു, അവൻ വഴി ഇത് ആവശ്യമുള്ളവരിലോട്ട് എത്തിച്ചു കൊടുക്കും കേട്ടോ. ഈ അനാഥാലയങ്ങളിലോ വൃദ്ധസദനങ്ങളിലോ അങ്ങനെ എവിടെയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള തുണികൾ ഉപയോഗിക്കുന്ന ആ ഒരു ഏരിയയിൽ അവൻ എത്തിച്ചു കൊടുക്കും കേട്ടോ. മുന്നേ ഞാൻ ഇതുപോലെ ബാഗ്, മക്കളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇതുപോലെ ഉപയോഗിച്ച് അധികം കീറാത്തതൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം, അവനെ സ്കൂൾ ഓപ്പൺ ആവുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ വെറുതെ ഈ തലമാരയിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ, അങ്ങനെ ഞാൻ കൊടുക്കുന്നതാണ്. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ വർക്ക് കിച്ചണിലോട്ട് വന്നത് ഒരു ഈവനിങ്ങിലാണ്, 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു പിസ്സ ഉണ്ടാക്കാമെന്നുള്ളതിൽ വന്നതാണ്. ബ്രെഡ് പിസ്സയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് അതിൻ്റെ ഒരു ബേസിൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു പിസ്സ സോസാണ് കേട്ടോ. പിസ്സ സോസ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ വെറുതെ റെഡിമെയ്ഡൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. അത് ഒരു തക്കാളി, ഒരു സവോള, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ 5 വറ്റൽമുളകും കൂടെ ഇട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. അത് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ ആ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഒരുപാട് അങ്ങ് പൊടിയൊന്നും വാരിയിട്ടിട്ട് ആവശ്യത്തിന് മതി കേട്ടോ, കുറച്ചിട്ടാൽ മതി. അപ്പോഴേക്കും ആ ഒരു തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും മറ്റുമൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിനെ ഞാനൊന്ന് ഊറ്റിയെടുത്ത് നന്നായിട്ട് തണുത്ത ശേഷം ചെറുതായിട്ടൊന്ന് പീസാക്കി കേട്ടോ, ഒരുപാടങ്ങ് പീസ് മാറ്റാക്കിയില്ല. അങ്ങനെ എന്നിട്ട് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ക്യാപ്സിക്കവും കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചു, കുറച്ച് സവാളയും അരിഞ്ഞ് വെച്ചു. അത് നമ്മൾ എന്തായാലും പിസ്സ ടോപ്പിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു, കുറേ നേരം വെച്ചിരുന്നിട്ടാണ് അതൊന്ന് തണുത്തത് കേട്ടോ. അതിനിടയ്ക്ക് തന്നെ ഞാനൊരു ചിക്കൻ ബ്രസ്റ്റ് പുരട്ടി വെച്ചിരുന്നതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി വലിയ പീസാണ്, അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിസ്സ സോസ് നോക്കി നല്ല റെഡ് കളറിൽ വന്നിട്ടുണ്ട്. അത് നല്ല പഴുത്ത തക്കാളിയും നല്ല റെഡ് കളർ മുളകും ഒക്കെ ആണെങ്കിൽ നല്ല കളറിൽ വരും. പക്ഷെ മുളക് ഒരുപാട് വരിയിടരുത്. അപ്പോൾ ഒരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് ആ സോസ് ഒഴിച്ച് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു. ഈ സമയത്താണ് നമ്മൾ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഇടേണ്ടത് കേട്ടോ. ഒറിഗാനോ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയ ശേഷം അതിലോട്ട് സവാളയും ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുത്തു. അതിലോട്ട് തന്നെ ക്യാപ്സിക്കം ഇട്ടൊന്ന് വാട്ടിയെടുക്കാനേ. അപ്പോൾ 2 സ്റ്റൗവിലായിട്ട് 2 പരിപാടികൾ നടക്കുകയാണ്. ഈ ഒരു ബ്രെഡ് പീസ് ഉണ്ടാക്കുന്നത് വലിയ പാടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. മക്കൾക്ക് ഇത് വല്ലപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. വെറുതെ കടയിൽ നിന്ന് പിസ്സ വാങ്ങിച്ച് നമ്മൾ വെറുതെ കാശും കളയേണ്ട, വേറെ വേസ്റ്റ് ആക്കണ്ട കേട്ടോ. അങ്ങനെ ഞാനിത് ഉണ്ടാക്കുന്നതാണ്. മക്കൾക്കാണെങ്കിൽ പിന്നെ പിസ്സ എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ആയാലും ഇഷ്ടമാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് മൊസറല്ല ചീസ് വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ചീസ് ആ സമയത്ത് എടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് വലിയ പീസല്ലേ, അപ്പോൾ ഞാൻ കത്രിക കൊണ്ട് അതൊന്ന് ചെറിയ ചെറിയ പീസാക്കി ഇടുകയാണ്. കാരണം മിക്സിയിലിട്ട് പൊടിച്ച് വെറുതെ പൊടിയാക്കണ്ട, ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞ് പീസായിട്ട് ഇട്ടാൽ മതി.
അപ്പോഴേക്കും ദേ നമ്മുടെ പിസ്സ സോസ് റെഡിയായി. ഞാൻ ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ചീസ് നമുക്ക് അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലാതെ വെറുതെ കത്തി വെച്ച് മുറിച്ച് പീസാക്കി ഇടാൻ നിൽക്കേണ്ട. അതൊന്ന് അരിഞ്ഞു കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ അപ്പോഴേക്കും ബ്രെഡ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണയായിട്ട് ഓവനിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സ്റ്റൗവിലും കൂടെ 3 ബ്രെഡ് വയ്ക്കുന്നുണ്ട്. 4 ബ്രെഡ് ഒരു പ്ലേറ്റിലാക്കി ഓവനിലും വെക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഞാനത് എന്തായാലും തീ കൊടുത്തിട്ടില്ല. തീ ഇപ്പോൾ എന്തായാലും കത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഞാൻ ബ്രെഡിലൊക്കെ ഒന്ന് ആ ഒരു പിസ്സ സോസ് ഒന്ന് ഫസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മൊസറല്ല ചീസ് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചിക്കൻ അതുപോലെ സവോള വഴറ്റിയത് ക്യാപ്സിക്കം വഴറ്റിയതൊക്കെ ഇട്ട് കൊടുത്തു. ഒറിഗാനോ ഉണ്ടെങ്കിൽ ഈ സമയത്താണ് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഒറിഗാനോ ഇല്ലാതായിപ്പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 പ്രാവശ്യം ഇടേണ്ടതുണ്ടായിരുന്നു. അതും കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഒറിഗാനോ ഇല്ലാത്തത് കാരണം ബാക്കി എല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും ബാക്കി ഉണ്ടായിരുന്നല്ല ലാസ്റ്റിൽ എന്തായാലും മസാല ചീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ചൊന്ന് കൂടുതലാണ് ഇടുന്നത്. ഗ്രേറ്റ് ചെയ്ത് തന്നെ ഇടണം കേട്ടോ. അങ്ങനെ മസാല ചീസ് വീണ്ടും നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ സ്റ്റൗവിൽ തീ കൊടുത്തത്. ഏറ്റവും മീഡിയത്തിലും താഴെ ലോ ഫ്ലെയിമിലും താഴെ ഒരു ചെറിയൊരു ഫ്ലെയിം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ അതൊന്ന് നന്നായിട്ട് എയർ അകത്ത് നിൽക്കാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കണം. അത് പാകത്തിനുള്ള ഒരു മൂടി കൊണ്ട് അടച്ച് വെക്കുകയും വേണം. ആ ഒരു ബ്രെഡിൻ്റെ ടോപ്പിലൊന്നും തട്ടാത്ത രീതിയിൽ ഒന്ന് നല്ലൊരു ഒരു ഹൈറ്റുള്ള ഒരു പാത്രം വെച്ചിട്ട് അടച്ചാൽ മതി. ഞാൻ ഫസ്റ്റ് ഒരു അടപ്പ് നോക്കുമ്പോൾ അത് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ വേറൊരു പ്ലേറ്റ് പോലത്തെ ഒരു പാത്രം എടുത്ത് വെച്ചു. ബാക്കി ഓവനിൽ വെക്കാനുണ്ടായിരുന്നതുകൊണ്ട് 2 മിനിറ്റ് ഓവനിൽ വെക്കുമ്പോൾ അത് റെഡിയാകും. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. ഓവനിൽ പെട്ടെന്ന് അങ്ങ് റെഡിയാകും. പക്ഷെ നമ്മൾ സ്റ്റൗവിൽ വെക്കുന്നത് കുഞ്ഞ് തീയിലിട്ടിട്ട് ഒരു 5-10 മിനിറ്റ് ഇടണം. ആ സമയത്തെ അതൊന്ന് ആ ഒരു ചീസൊക്കെ നന്നായിട്ട് അലിഞ്ഞിറങ്ങും. 2 മിനിറ്റ് ആയപ്പോൾ ദേ ഓവനിൽ വെച്ച് നമ്മുടെ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ അലിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും വന്ന് നമ്മുടെ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞ ശേഷമാണ് വന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ ഇതും ഏകദേശം ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ബ്രെഡിൻ്റെ അടിഭാഗം കരിഞ്ഞിട്ടുണ്ടോ നോക്കുമ്പോൾ ചെറിയ രീതിയിലൊന്ന് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നേരിട്ട് വെക്കാതെ വേറൊരു പാനിൻ്റെ മുകളിൽ ഈ പാൻ കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കൂടുതൽ ഇരുന്നാലും പ്രശ്നമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇത് അലിഞ്ഞ് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. നമ്മൾ ചീസ് അലിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഓക്കെ ആയി കിട്ടും. പിന്നെ ബ്രെഡിന് പ്രത്യേകിച്ച് വേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ഞാനത് ഒരു പ്ലേറ്റിലോട്ടാക്കി കട്ടൻ ഇട്ടു. എനിക്കൊരു കട്ടൻ ഇട്ടു. മോന് കോഫിയൊക്കെ എടുത്തു. ഇതേ കുടിക്കാൻ പോവാണേ. മോന് അവനുള്ളത് ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഓവനിൽ വെച്ചത് അവൻ കഴിച്ചു. ഇത് ഞാനും മോളും കൂടെ കഴിക്കാൻ പോവാണ്. എന്തായാലും ഇന്ന് ഈവനിങ്ങിനുള്ള സ്നാക്സ് അടിപൊളിയായിട്ടോ. ഇതോടുകൂടി ഇന്നങ്ങ് ഉറങ്ങാമല്ലോ. അപ്പോൾ ഇതൊക്കെ എടുത്ത് അകത്ത് കൊണ്ട് വെച്ചിട്ട് കോഴിക്കുട്ടന്മാർക്കൂടെ ഫുഡ് കൂടെ കൊടുത്തിട്ട് അങ്ങ് കയറാമെന്ന് കരുതി. പിന്നെ ഇങ്ങ് പുറത്തോട്ട് ഇറങ്ങണ്ടല്ലോ. അങ്ങനെ ഇതേ വന്നിരുന്ന് കട്ടനും നമ്മുടെ ബ്രെഡ് പിസ്സയും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. കഴിക്കും എന്നാലും ഇഷ്ടമൊക്കെയാണ്. അങ്ങനെ ഒരു ഇക്കായും കോളുണ്ട്. ഇക്കാലത്ത് സംസാരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ബ്രെഡ് പിസ്സയും കഴിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്ത് കമൻസ് ഉണ്ടെങ്കിലും ഒന്ന് ആഡ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും കാണാം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ ബൈ.